ലൂക്കോറിയയെക്കുറിച്ച് അഥവാ വജനൽ ഡിസ്ചാർജിനെ കുറിച്ച്, വെള്ളപ്പോക്കിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ. ഇതിനുള്ള കാരണങ്ങൾ എന്തെല്ലാമാവും? നമ്മുടെ വെജൈനയുടെ ഉള്ളിൽ സാധാരണയായിട്ട് ഒരു കൊമൻസൽ ബാക്ടീരിയ എന്ന് പറയും, നമുക്ക് സഹായികയായിട്ടുള്ള ഒരു ബാക്ടീരിയ ഉണ്ട്. അതിനെ ഓവർടേക്ക് ചെയ്തിട്ട് ഹാംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയയോ ഫംഗസോ വളരുമ്പോഴാണ് കൂടുതലായിട്ട് ഇത് പത്തോളജിക്കലായിട്ട് മാറുന്നത്, അതായത് ട്രീറ്റബിൾ ആയിട്ട് മാറുന്നത്. ഇത് ബാക്ടീരിയൽ വെജൈനോസിസ് ആവാം. അതിന് സാധാരണയായിട്ട് ഗ്രേയിഷ് ഡിസ്ചാർജ് വിത്ത് ഫിഷി സ്മെൽ എന്നാണ് നമ്മൾ പറയുന്നത്. ഫംഗൽ ഇൻഫെക്ഷൻ ആവാം. യൂഷ്വലി കാൻഡിഡയാണ് ഫംഗൽ ഇൻഫെക്ഷൻ വരുന്നത്. അത് കേർഡി വൈറ്റ് തിക്ക് ഡിസ്ചാർജ്, തൈര് പോലത്തെ ഡിസ്ചാർജ് ആയിരിക്കാം. അല്ലാതെ ട്രൈക്കോമോണിയാസിസ്, ഗോണേറിയ തുടങ്ങിയ ഇൻഫെക്ഷൻസ് സെക്ഷലി ട്രാൻസ്മിറ്റഡ്, ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന ഇൻഫെക്ഷൻസ് ആണ്. ഇതുമെല്ലാം അബ്നോർമൽ വജനൽ ഡിസ്ചാർജ് ഉണ്ടാക്കാം. ഇത് കൂടാതെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുമ്പോഴോ അനീമിക് ആവുമ്പോഴോ ഹെൽത്ത് വീക്ക് ആവുമ്പോഴോ ചിലപ്പോൾ വജനൽ ഡിസ്ചാർജ് കൂടാം. അപ്പോൾ നമുക്ക് ഈ ലക്ഷണങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആന്റി ഫംഗൽ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ആന്റി ബാക്ടീരിയൽ ടാബ്ലറ്റ്സ് ആണ്, അല്ലെങ്കിൽ അഥവാ ഇഞ്ചെക്ഷൻസ് വേണ്ടി വന്നാൽ അങ്ങനെയാണ് എടുക്കേണ്ടത്. ചിലപ്പോഴൊക്കെ വജനൽ ടാബ്ലറ്റ് കൊണ്ട് തന്നെ ഇത് പരിഹരിക്കാൻ പറ്റും. അത് പറ്റാത്ത സമയത്ത് നമുക്ക് ടാബ്ലറ്റ്സ് ഓറലി കഴിക്കേണ്ടി വരും.